രാജ്യത്ത് വീണ്ടും കോവിഡ് ആശങ്ക. രാജ്യത്താകെ 3758 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് 1400 കോവിഡ് ആക്റ്റീവ് കേസുകളുണ്ട്. 24 മണിക്കൂറിടെ 64 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് വ്യാപകമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിന്റെ സ്വാധീനത്താൽ അടുത്ത 3 ദിവസം മഴ കനക്കുമെന്നാണ് പ്രവചനം. രാജ്യത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്തുമ്പോൾ കോവിഡ് കണക്കുകൾ കോവിഡ് വ്യാപനം കൂടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ആലുവ ചെങ്ങമ്മനാട് നിന്ന് നാവികസേന രക്ഷപ്പെടുത്തിയ ഗർഭിണിയായ യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകി. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ഇതുകൂടാതെ 2 ഗർഭിണികളെ കൂടി രക്ഷപ്പെടുത്തി നാവികസേന ആസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. पूरे देश में आज रात 12 बजे से संपूर्ण लॉकडाउन होने जा रहा है. 2 കോവിഡ് കാലം നമ്മൾ കടന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ മുൻകരുതലുകൾ എടുക്കണം എന്നൊക്കെ വളരെ വ്യക്തമായി അറിയാം. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലേക്ക് കോവിഡ് വ്യാപനം അതിങ്ങനെ കൂടുതൽ ഘട്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളാണ് ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ടത്.